എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഷിംജി, മെഡിക്കൽ ഡയറക്ടർ, സൗഖ്യം ഇൻ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്റർ. പലരെ സംബന്ധിച്ചിടത്തോളം കണങ്കാലിൽ വരുന്ന നീര് അല്ലെങ്കിൽ പാദങ്ങൾക്കുണ്ടാകുന്ന നീരുകളൊക്കെ ഒരു ചെറിയ ഒരു പ്രശ്നമായിട്ട് മാറാം. പക്ഷെ പലരെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരുപാട് കാലങ്ങളായി നിലനിൽക്കുന്ന വളരെ ക്രോണിക് ആയിട്ടുള്ള ഒരു പ്രശ്നമായിരിക്കാം. പലപ്പോഴും പല രീതിയിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുള്ളത്. ഒന്ന്, ചുരുങ്ങിയ കാലത്തേക്ക് അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകളിലേക്കോ അല്ലെങ്കിൽ ദിവസങ്ങളിലേക്കോ മാത്രം നീണ്ടു നിൽക്കുന്ന നീരുകൾ. ഇങ്ങനെ ടെമ്പററി ആയിട്ട് വരുന്ന നീരുകളുടെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ലോങ് സ്റ്റാൻഡിങ് ആണ്. ഒരുപാട് നേരം ഇമ്മൊബിലൈസ് ആയിട്ട് അല്ലെങ്കിൽ നിശ്ചലമായിട്ട് നിൽക്കുക അല്ലെങ്കിൽ ഇരിക്കുക. അപ്പോൾ വളരെ ദീർഘമായിട്ട് യാത്രയൊക്കെ ചെയ്യുന്ന ആൾക്കാരിലൊക്കെ ചിലപ്പോഴൊക്കെ ഈ നീര് കണ്ടുവരുന്നതും അല്ലെങ്കിൽ നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഈ കാലിൽ നീര് വരുന്നതൊക്കെ ഈ ടെമ്പററി ആയിട്ട് വരുന്ന ഒരു പ്രശ്നമാണ്. അതേപോലെ വളരെ ടെമ്പററി ആയിട്ട് വരുന്ന മറ്റൊരു പ്രശ്നമാണ് വളരെ ഇൻറ്റൻസീവായിട്ട് ചെയ്യുന്ന വ്യായാമങ്ങൾ, വളരെ ഇൻറ്റൻസീവായിട്ട് ചെയ്യുന്ന സ്പോർട്സുകൾ. ഇങ്ങനെയൊക്കെ ഒന്ന് വളരെ ഇൻറ്റൻസീവായിട്ട് ചെയ്തു കഴിഞ്ഞാൽ പലപ്പോഴും ചിലർക്കെങ്കിലും നീരുകൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇത്തരത്തിൽ വരുന്ന നീരുകളൊക്കെ വളരെ ചുരുങ്ങിയ സമയങ്ങളിൽ മാത്രമേ നിലനിൽക്കാറുള്ളൂ. ഇനി മറ്റൊരു തരത്തിൽപ്പെട്ട നീരുകളുണ്ട്. അത് ഈ കാൽപാദങ്ങളിലൊക്കെ കുറേ കാലങ്ങളോളം നീണ്ടു നിൽക്കുന്ന രീതിയിലാണ് ഉണ്ടാവുക. ഇത് വന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും മാറില്ല, ഒത്തിരി കാലങ്ങളിൽ ഉണ്ടാകാം. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയാൻ പറ്റുന്നത് നമ്മുടെ ശരീരത്തിനകത്തുള്ള ചില ജീവധർമ്മ പ്രവർത്തനങ്ങൾക്ക് വരുന്ന ചില അവയവങ്ങൾക്ക് വരുന്ന പ്രവർത്തന വ്യതിയാനമാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയാൻ പറ്റുന്നത് നമുക്ക് ഹൃദയം, കിഡ്നി, ലിവർ തുടങ്ങിയ അവയവങ്ങൾക്കൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ ചില സമയത്ത് ചില വിറ്റാമിനുകളുടെ കുറവ് കൊണ്ടുമൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. അപ്പോൾ ഇങ്ങനെ ഏത് തരം പ്രശ്നം കൊണ്ടായാലും ഇത് ഒരു പൂളിംഗ് ഓഫ് ഫ്ലൂയിഡാണ്, അല്ലെങ്കിൽ നമ്മുടെ കാലുകളിൽ നീര് കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥയാണ്. ഈ നീര് കെട്ടിക്കിടക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രക്തക്കുഴലുകളിൽ നിന്ന് ചില ഫ്ലൂയിഡ് അംശങ്ങൾ കലകളിലേക്കും അല്ലെങ്കിൽ പേശികളിലേക്കും പുറത്തേക്ക് വരികയും അത് ഒരു സ്പോഞ്ച് വെള്ളം ഒപ്പിയെടുക്കുന്നത് പോലെ നമ്മുടെ ത്വക്കും അതുപോലെ തന്നെ പേശികളും ആഗിരണം ചെയ്യുകയും അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന സ്വെല്ലിങ്ങുമാണ് ഈ പറയുന്ന എഡിമയായിട്ട് അല്ലെങ്കിൽ കാലിൻ്റെ നീരായിട്ട് പരിണമിക്കുന്നത്. എന്താണ് ഈ ഫ്ലൂയിഡ്? എന്തുകൊണ്ടാണ് ഈ ഫ്ലൂയിഡ് പുറത്തേക്ക് വരുന്നത്? ആദ്യം എന്താണ് ഈ ഫ്ലൂയിഡ് എന്ന് നമുക്ക് നോക്കാം. പലരും തെറ്റിദ്ധരിക്കുന്നത് ഈ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് രക്തമാണ്. രക്തം ഒഴുകാത്തത് കൊണ്ട്, രക്തം അവിടെ പൂളിംഗ് ആയിട്ട് കിടക്കുന്നത് കൊണ്ടാണ് ഈ പറയുന്ന നീര് വരുന്നത് എന്നാണ്. തീർച്ചയായിട്ടും അതല്ല. രണ്ട് കാര്യങ്ങളാണ് അവിടെ പൂളിങ്ങിലേക്ക് പോകുന്നത്. ഒന്ന്, ആദ്യത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് പ്ലാസ്മയാണ്. നമ്മുടെ രക്തത്തിൽ ഇളം മഞ്ഞ നിറത്തിലൊക്കെ കാണുന്ന ഒരു ഘടകമാണ് പ്ലാസ്മ എന്ന് പറയുന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ രക്തത്തിൻ്റെ 55% ഉണ്ടാക്കിയിരിക്കുന്നതും ഈ പറയുന്ന പ്ലാസ്മയാണ്. അപ്പോൾ ഈ പ്ലാസ്മയാണ് പലപ്പോഴും കാലിൻ്റെ നീരിൻ്റെ ഒരു പ്രധാനപ്പെട്ട വില്ലനായിട്ട് മാറുക. രക്തത്തിന് ഈ നമ്മുടെ വെയിൻസ് അല്ലെങ്കിൽ അശുദ്ധ രക്തം ക്യാരി ചെയ്ത് കൊണ്ടുവരുന്ന രക്തക്കുഴലിനകത്തേക്ക് രക്തകോശങ്ങളെയും പോഷണ വസ്തുക്കളെയൊക്കെ വേർതിരിച്ചെടുക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഘടകം കൂടിയാണ് ഈ പ്ലാസ്മ എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഈ പ്ലാസ്മയെ സാധാരണഗതിയിൽ ഫിൽട്ടർ ചെയ്തെടുക്കാനുള്ള പ്രധാനപ്പെട്ട അവയവങ്ങളാണ് കിഡ്നിയും ലിവറുമൊക്കെ. അപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് ഈ പ്ലാസ്മയെ വേർതിരിച്ചെടുക്കാനുള്ള ഫിൽറ്ററിംഗ് ആയിട്ടുള്ള ലിവറും കിഡ്നിയും പ്രവർത്തനം ശരിയായ രീതിയിൽ നടക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ പ്ലാസ്മ ഈ രക്തക്കുഴലിനകത്ത് അല്ലെങ്കിൽ വെയിൻസിനകത്ത് കെട്ടിക്കിടക്കും. ഇത്തരത്തിനകത്ത് ഈ വെയിൻസിൽ കെട്ടിക്കിടക്കുന്ന പ്ലാസ്മ ക്രമേണ രക്തക്കുഴലുകളുടെ പുറത്തേക്ക് ലീക്കിംഗ് ഔട്ടായിട്ട് പുറത്തേക്ക് വരും. ഇങ്ങനെ പുറത്തേക്ക് വരുന്നവ കോശങ്ങളുടെ ടിഷ്യൂസ്, പലതരത്തിലുള്ള കോശങ്ങളുടെ ചുറ്റുമായിട്ട് ഇത് അബ്സോർബ് ചെയ്യപ്പെടുകയും അങ്ങനെ അതൊരു നീരായിട്ട് അവിടെ നിലനിൽക്കുകയും ചെയ്യും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പ്ലാസ്മ എന്ന് പറയുന്ന രക്തത്തിലെ ഒരു പ്രധാനപ്പെട്ട ഘടകം തിരിച്ചൊഴുകാൻ പറ്റാത്ത സാഹചര്യത്തിൽ അവിടെ കെട്ടിക്കിടക്കുന്നതുകൊണ്ടാണ് നീരുണ്ടാകുന്നത്. ഇനി പ്ലാസ്മ മാത്രമാണ് കെട്ടിക്കിടക്കുന്നതെന്ന് ചോദിച്ചാൽ അല്ല, അവിടെ ലിംഫ് എന്ന് പറയുന്ന മറ്റൊരു ഘടകം കൂടിയുണ്ട്. രക്തചംക്രമണ വ്യവസ്ഥ പോലെ തന്നെ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്ന മറ്റൊരു വ്യവസ്ഥയാണ് ഈ ലിംഫാറ്റിക് ഡ്രെയിനേജ് എന്ന് പറയുന്ന ലിംഫുകളുടെ പ്രവർത്തനം. ഈ ലിംഫ് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്നതാണ്. അത് നമുക്ക് ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റം തന്നെ നമ്മുടെ ശരീരത്തിനകത്തുണ്ട്.
അപ്പോൾ ഈ സാധാരണഗതിയിൽ ലിംഫാറ്റിക് സിസ്റ്റത്തിനകത്തു കൂടിയാണ് WBCs വെളുത്ത രക്താണുക്കളൊക്കെ സഞ്ചരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ലിംഫാറ്റിക് സിസ്റ്റത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് ഇതിനകത്തുകൂടി സഞ്ചരിക്കാൻ സാധ്യതയുള്ള മോശമായിട്ടുള്ള പാത്തോജനിക് ആയിട്ടുള്ള ചീത്തയായിട്ടുള്ള വൈറസുകളെയും ബാക്ടീരിയകളെയും ഫംഗസിനൊക്കെ തടുക്കുക എന്നുള്ളതും, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മൈക്രോ ഓർഗാനിസത്തിനെ തടയുക എന്നുള്ളതും. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ഈ ലിംഫ് വ്യവസ്ഥയിനകത്ത് ലിംഫിനെ ഡ്രെയിൻ ചെയ്തെടുക്കുന്നത് ലിംഫ് നോഡ്സ് വഴിയാണ്. അപ്പോൾ ഈ ലിംഫ് നോഡിനകത്തുണ്ടാകുന്ന ഏതൊരു ബ്ലോക്കും ലിംഫിൻ്റെ അബ്സോർപ്ഷനെ തടസ്സപ്പെടുത്തും. അപ്പോൾ ഈ ലിംഫാറ്റിക് വ്യവസ്ഥയിൽ വരുന്ന ഈ ബ്ലോക്കുകൾ കൊണ്ടും ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്ലാസ്മയുടെ കാര്യത്തിൽ സംഭവിക്കുന്ന അതേ രീതിയിലുള്ള ഒരു ലീക്കിംഗ് ഉണ്ടാവുകയും ഈ ലിംഫും അവിടെ കെട്ടിക്കിടക്കാൻ കാരണമാവുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഭൂഗുരുത്വ ആകർഷണത്തിന് എതിരായിട്ട് വെള്ളത്തിന് വരാൻ പറ്റാത്തത് കൊണ്ട് ഇതൊക്കെ പോയി ഈ ലിംഫ് ആയാലും ഈ നേരത്തെ സൂചിപ്പിച്ച പ്ലാസ്മ ആയാലും ഒക്കെ കാലിൻ്റെ ഏറ്റവും അറ്റത്ത് പോയി സെഡിമെൻ്റ് ചെയ്യും. അങ്ങനെ അവിടെ കിടന്നിട്ടാണ് അവിടെ ഈ നീര് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ലിംഫിൻ്റെയും പ്ലാസ്മയുടെയും പ്രവർത്തന ഫലമായിട്ട്, അത് ഫിൽട്ടർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ശരീരത്തിലുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഈ പറയുന്ന കാലിൻ്റെ പാദത്തിലുണ്ടാകുന്ന നീര്. ഇനി എന്തൊക്കെ കാരണം കൊണ്ട് ഈ പറയുന്ന നീരുകൾ ഉണ്ടാകാം, എന്തൊക്കെയാണ് ഇതിൻ്റെ അണ്ടർലൈങ് ആയിട്ടുള്ള കോസുകൾ? പ്രധാനപ്പെട്ട കാരണങ്ങൾ 10 എണ്ണമായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി കഴിയും. ഇതൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ കാലിന് നീര് ലോങ് സ്റ്റാൻഡിങ് ആയിട്ടുള്ള നീര്, ഒരു ദിവസം 2 ദിവസം വരുന്ന നീരല്ല, ഒത്തിരി കാലങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു നീര്, അല്ലെങ്കിൽ ഫ്രീക്വൻ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന നീരുണ്ടെങ്കിൽ നിങ്ങൾ പരിശോധിക്കേണ്ടുന്ന 10 ഘടകങ്ങളുണ്ട്. അതിലൊന്നാമത്തേത് ഹൃദയമാണ്. ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തിന്, അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ പ്രവർത്തനം മന്ദീകരിക്കപ്പെടുന്ന ഏതൊരു സമയത്തും ഏറ്റവും ആദ്യം കാണിക്കുന്ന ഒരു ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് കാലുകളിൽ വരുന്ന നീരുകളാണ്. ഇപ്പോൾ ഈ കാലിന് വരുന്ന നീരിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രക്തചംക്രമണ വ്യവസ്ഥയെ നിയന്ത്രിക്കുന്നതും ഹൃദയം തന്നെയാണ്. ഹൃദയത്തിൻ്റെ മിടിക്കാനുള്ള കഴിവ് കുറയുന്ന സമയത്തൊക്കെ തന്നെയും നിങ്ങൾക്ക് ഈ സെഡിമെൻറ്റേഷൻ കൂടുന്നതും അതുവഴി കാലിൻ്റെ നീര് വർദ്ധിക്കുന്നതായിട്ടും കാണാം. ഇനി രണ്ടാമത്തെ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് ലിവറാണ്. ലിവറിന് നമുക്കറിയുന്ന പോലെ ലിവറിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് തന്നെ ടോക്സിൻസ് അല്ലെങ്കിൽ വിഷപദാർത്ഥങ്ങളെ നീക്കം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ രക്തത്തിൽ നിന്ന് ശരിയായ അളവിലൊക്കെ ഈ ടോക്സിൻസ് നീക്കം ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ലിവറിന് ഡാമേജ് സംഭവിച്ചാൽ തീർച്ചയായിട്ടും അവിടെ വെച്ചും ഈ നേരത്തെ ഞാൻ പറഞ്ഞ പ്ലാസ്മയുടെയും ലിംഫിൻ്റെയൊക്കെ ഡ്രെയിനേജ് സംഭവിക്കാം. എസ്പെഷ്യലി പ്ലാസ്മയുടെ ഡ്രെയിനേജ് സംഭവിക്കാം. അതുകൊണ്ട് അത് സെഡിമെൻ്റ് ചെയ്തിട്ടും നീരുണ്ടാവും. അപ്പോൾ നല്ലൊരു നീര് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ലിവർ സംബന്ധമായ പ്രശ്നമുണ്ടോ എന്നും ഒരു പക്ഷേ നിങ്ങൾ പരിശോധിക്കേണ്ടി വരും. അതുപോലെ തന്നെ മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് കിഡ്നിയാണ്. കിഡ്നികൾ നമുക്കറിയാം, അത് ഫിൽറ്ററാണ്. ഫിൽറ്റർ ചെയ്യുക, വെള്ളത്തിനെ, ഫ്ലൂയിഡിനെ ഫിൽറ്റർ ചെയ്യുന്ന ഘടകമാണ്, ഒരു അവയവമാണ് കിഡ്നി. അപ്പോൾ ഈ കിഡ്നിക്ക് നമ്മുടെ രക്തത്തിൽ നിന്ന് കൃത്യമായി ഫ്ലൂയിഡിനെ മാറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ഫ്ലൂയിഡ് കിഡ്നി രോഗത്ത് ഉണ്ടാകുന്ന സമയത്ത് ഈ കാലിന് നീര് എന്ന രീതിയിലേക്ക് അത് പരിണമിക്കാം. ക്രമേണ അത് അനാസർക്ക എന്ന് പറയുന്ന ശരീരം മുഴുവൻ നീര് വരുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ പോകാം. പക്ഷേ ആദ്യഘട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് കാലിൻ്റെ നീരായിട്ടാണ്. ഇനി അടുത്ത ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് ബ്ലഡ് ക്ലോട്ട്സ് ആണ്. രക്തത്തിൻ്റെ തിരിച്ചൊഴുക്ക് ശരിയായ രീതിയിൽ നടക്കാതിരിക്കുന്ന വഴി തീർച്ചയായിട്ടും ഈ ലിംഫാറ്റിക് ഡ്രെയിനേജും അല്ലെങ്കിൽ ബ്ലഡ് പ്ലാസ്മയൊക്കെ സെഡിമെൻ്റ് ചെയ്യാം. അപ്പോൾ രക്തക്കുഴലുകളിനകത്ത് വരുന്ന ഏതൊരു ബ്ലോക്കും നിങ്ങളുടെ ഈ പ്രശ്നത്തെ സങ്കീർണമാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നാലാമതായിട്ട് പറയാനുള്ള പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് രക്തക്കുഴലുകൾക്കകത്തുണ്ടാകുന്ന ബ്ലോക്കുകളാണ്. അഞ്ചാമത് വ്യത്യസ്തങ്ങളായ മരുന്നുകൾ. പലപ്പോഴും കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് വിഭാഗത്തിൽപ്പെടുന്ന മരുന്നുകളൊക്കെ നമ്മുടെ ശരീരത്തിനകത്ത് നീരുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ആൻറ്റി ഡിപ്രസൻ്റായിട്ട് കഴിക്കുന്ന മരുന്നുകൾ, മറ്റൊന്ന് ആൻറ്റി ഹൈപ്പർ ടെൻസീവ്, നമ്മൾ ബ്ലഡ് പ്രഷർ കുറക്കാൻ വേണ്ടി കഴിക്കുന്ന മരുന്നുകൾ. അപ്പോൾ ഇത്തരത്തിലുള്ള മരുന്നുകളൊക്കെ സാധാരണഗതിയിൽ ശരീരത്തിനകത്ത് സോഡിയത്തിൻ്റെ റിട്ടൻഷൻ വർദ്ധിപ്പിക്കും. അപ്പോൾ ഈ സോഡിയം കെട്ടിക്കിടക്കുന്നത് കൊണ്ടും നമ്മുടെ ശരീരത്തിനകത്ത് നീര് വരാനുള്ള, പ്രത്യേകിച്ച് കാൽപാദങ്ങളുടെ നീര് വരാനുള്ള സാധ്യത വളരെയധികം വർദ്ധിപ്പിക്കുന്നതായിട്ടും കാണാം. ആറാമത്തെ പ്രശ്നമായിട്ട് നമുക്ക് പറയാൻ പറ്റുക ഇമ്മൊബിലിറ്റി എന്നാണ്. അല്ലെങ്കിൽ നമ്മൾ ആദ്യം സംസാരിച്ചതുപോലെ മൊബിലിറ്റി കുറയുക, നമ്മുടെ സഞ്ചാരം കുറയുക, ചലനം കുറയുക. പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എന്തെങ്കിലും കാരണവശാൽ നടക്കാൻ പറ്റാതാവുക, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ഫ്രാക്ചറൊക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ കാലിൻ്റെ നീര് വർദ്ധിപ്പിക്കാനുള്ള സാധ്യത വളരെ അധികമാണ്.
ഇപ്പോൾ നമുക്ക് അറിയുന്നത് പോലെ തന്നെ രക്തത്തിൻ്റെ ചംക്രമണം തിരിച്ചു ഒഴുക്ക് എപ്പോഴും സാധ്യമാകുന്നത് പേശികളുടെ പ്രവർത്തനം മൂലമാണ്. സഞ്ചാര സ്വാതന്ത്ര്യം കുറയുന്ന സമയത്ത് അല്ലെങ്കിൽ ഇമ്മൊബിലിറ്റി ഉള്ള സമയത്തൊക്കെ നമ്മുടെ പേശികളുടെ പ്രവർത്തനം കുറയുകയും അതുവഴി രക്തം തിരിച്ചൊഴുകാനുള്ള സാധ്യത കുറയുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള ഘട്ടങ്ങളിലെല്ലാം നമുക്ക് നേരത്തെ പറഞ്ഞ പാദങ്ങളുടെ നീരിനുള്ള സാധ്യത വർദ്ധിക്കുകയും ചെയ്യും. ഏഴാമത്തെ ഘടകം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ചില വൈറ്റാമിനുകളുടെ ഡെഫിഷ്യൻസീസ് ആണ്. വിറ്റാമിനുകളുടെ കുറവും തീർച്ചയായിട്ടും പല ബി വിഭാഗത്തിൽപ്പെട്ട വൈറ്റാമിനുകൾ, വൈറ്റാമിൻ സി, വൈറ്റാമിൻ ഇ, വൈറ്റാമിൻ ഡി തുടങ്ങിയ വിഭാഗത്തിൽപ്പെട്ട വൈറ്റാമിനുകൾ കുറയുന്നത് മൂലവും പലപ്പോഴും ഈ പറയുന്ന അവയവങ്ങളുടെ ഡാമേജ് ഉണ്ടാക്കുകയും അത്തരത്തിൽ ക്രമേണ നമുക്ക് ഈ പറയുന്ന പ്രശ്നങ്ങളിലേക്ക് നമ്മളെ നയിക്കുകയും ചെയ്യും. എട്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒബേസിറ്റിയാണ്, അമിതമായിട്ടുള്ള വണ്ണം. പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, അമിതവണ്ണമുള്ള പലർക്കും കാലിൻ്റെ നീര് വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാം. കാരണം അവരുടെ അമിതവണ്ണത്തിൻ്റെ ഫലമായിട്ട് രക്തക്കുഴലുകൾക്ക്, പ്രത്യേകിച്ച് വെയിൻസിൻ്റെ മുകളിലുണ്ടാകുന്ന കംപ്രഷൻ, പ്രഷർ കൊണ്ട് രക്തം തിരിച്ചൊഴുകാനുള്ള സാധ്യത അവിടെ കുറയും. ഇനി അതല്ല, പലപ്പോഴും ഈ അമിതവണ്ണം എന്നുള്ളത് ലിവറിൻ്റെയും പ്രവർത്തനത്തെ ബാധിക്കുന്നതായിട്ട് നമ്മൾ പഠനങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളായി കഴിഞ്ഞാൽ പോലും, ലിവറിൻ്റെ പ്രശ്നം ഉണ്ടായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കാലിന് നീര് വർദ്ധിക്കാനുള്ള സാധ്യതയും വർദ്ധിക്കുകയും. ഒമ്പതാമത്തത് ഒരു ഡിസീസ് അല്ല, ഒരു അവസ്ഥയാണ്, അത് പ്രഗ്നൻസിയാണ്. ഗർഭാവസ്ഥയിലുള്ള സമയത്ത്, ഗർഭിണിയായിട്ടുള്ള അവസ്ഥയിൽ പലപ്പോഴും സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് വെരിക്കോസ് വെയിനൊക്കെ. നമ്മൾ പലപ്പോഴും സ്ത്രീകളുടെ ദേഹത്ത് കാണാൻ തുടങ്ങുന്നത് തന്നെ ഈ ഗർഭിണിയായിട്ടുള്ള അവസ്ഥയിലായിരിക്കാം. അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന എന്താണ്, ഇവരുടെ ഗർഭപാത്രത്തിൻ്റെ, യൂട്രസിൻ്റെ പ്രഷർ വരുന്നത് ഈ പറയുന്ന ഇൻഗ്വേനൽ കനാൽ അല്ലെങ്കിൽ അവിടെയുള്ള തിരിച്ചൊഴുകാനുള്ള വെയിൻസിൻ്റെ മുകളിലാണ്. അപ്പോൾ ഈ പ്രഷർ കൊണ്ടും പലപ്പോഴും രക്തചംക്രമണം കുറയുകയും കാലിന് നീരുണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കുകയും ചെയ്യും. ഇത് മാത്രമല്ല, പലപ്പോഴും ഗർഭിണിയായിട്ടുള്ള അവസ്ഥയിൽ അവർക്കുണ്ടാകുന്ന ഹോർമോണിൻ്റെ വ്യതിയാനങ്ങൾ മൂലവും കൃത്യമായ രീതിയിലുള്ള ഈ പറയുന്ന നീരുകൾ വരാനുള്ള സാധ്യത വർദ്ധിക്കും. ഇങ്ങനെ പ്രധാനമായിട്ടും 10 കാര്യങ്ങളാണുള്ളത്. ഈ ലിസ്റ്റ് ഇനിയും നീണ്ടു പോയേക്കാം. പക്ഷേ 10 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ നീര് വന്നാൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. ഏതെങ്കിലും ഒരു അവയവത്തിനെ ബാധിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ പ്രത്യേകമായിട്ട് നോട്ടീസ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇതൊരു ശരീരം കാണിച്ചു തരുന്ന ചില ലക്ഷണങ്ങളാണ്. ഇനി പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ നീരാണ് അധികവും കോംപ്ലിക്കേഷൻസിലേക്ക് നയിക്കുക. അങ്ങനെ നീര് കോംപ്ലിക്കേഷൻസിലേക്ക് നയിക്കാനുള്ള കാര്യം, ഒന്ന്, അവിടെ ഉണ്ടാകുന്ന സ്കിന്നിനുണ്ടാകുന്ന സ്ട്രെച്ചിങ് ആണ്. സ്കിന്ന് വികസിച്ച് ഒരു പരിധിയുടെ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇതിന് റപ്ചർ ഉണ്ടാവും, പൊട്ടിപ്പോവും. ഇങ്ങനെ പൊട്ടിക്കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന വ്രണം, ആ വ്രണം ഉണങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ആ എക്സ്ട്രീംലി സ്ട്രെച്ചിങ് ആയിട്ടുള്ള സമയത്ത് അവിടത്തേക്കുള്ള രക്തചംക്രമണം എന്തായാലും കുറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ വേണ്ടുന്നത്ര ന്യൂട്രീഷൻ ശരിയായ രീതിയിൽ എത്താതിരിക്കുകയും അവിടെ ഡിലേഡ് വൂണ്ട് ഹീലിംഗ് ഉണ്ടാവുകയും ചെയ്യാം. അപ്പോൾ ഈ സ്ട്രെച്ചിങ്സ് ഉണ്ടാകുന്നത് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. ഇത്തരത്തിൽ നീര് വരുമ്പോൾ നമ്മൾ സാധാരണ പറയുന്നത് കാർഡിയോ വാസ്കുലർ സിസ്റ്റം എന്ന് നമ്മൾ വിളിക്കുന്ന ഹൃദയ രക്തചംക്രമണ വ്യവസ്ഥയാണ്. അപ്പോൾ രക്തചംക്രമണ വ്യവസ്ഥയിൽ വരുന്ന ഏതൊരു പ്രശ്നവും ഇതുപോലെയുള്ള നീർക്കെട്ടുകളും തിരിച്ച് ഒരു ഫീഡ്ബാക്ക് ഹൃദയത്തിലേക്ക് പോവുകയും ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ അത് താറുമാറാക്കാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ മറ്റൊന്ന്, ഈ പേശികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. മസിൽസിനുണ്ടാകുന്ന ട്വിച്ചിങ് അല്ലെങ്കിൽ മസിൽസിനുണ്ടാകുന്ന ക്രാംസ്, ഈ മസിൽ വലിഞ്ഞു മുറുക അല്ലെങ്കിൽ കോച്ചിപ്പിടുത്തം പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഈ പറയുന്ന നീര് കൊണ്ടുണ്ടാകാനുള്ള സാധ്യതയും വളരെ അധികമാണ്. ഇനി നമ്മൾ കാണേണ്ടത് ഇതിൻ്റെ പ്രതിവിധിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും വളരെ പ്രകൃതിദത്തമായ കാര്യങ്ങളുണ്ടോ, നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടോ എന്നുള്ളതാണ്. അതിൻ്റെ ആദ്യഘട്ടമായിട്ട് എനിക്ക് പറയാനുള്ളത് ചില പ്രധാനപ്പെട്ട വൈറ്റാമിനുകളെ കുറിച്ചിട്ടാണ്. ഈ വൈറ്റാമിനുകളിൽ ഏറ്റവും പ്രധാനമായിട്ട് നിൽക്കുന്നത് B1, വൈറ്റാമിൻ B1 ആണ്. ഇതൊരു വാട്ടർ സോളുബിളാണ്, ജലത്തിൽ ലയിക്കുന്ന ഒരു വൈറ്റാമിനാണ്. ഈ വൈറ്റാമിൻ്റെ പ്രത്യേകത, തയാമിൻ എന്ന് നമ്മൾ വിളിക്കുന്ന ഈ വൈറ്റാമിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നമ്മുടെ രക്തത്തിന് ചുറ്റുമുള്ള ഇൻഫ്ലമേഷൻസ്, അവിടെ ഉണ്ടാകുന്ന നീർക്കെട്ടുകൾ കുറക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു വൈറ്റാമിൻ കൂടിയാണ്. അപ്പോൾ അവിടെയുള്ള നീർക്കെട്ടുകൾ കുറയുക വഴി ഹൃദയത്തിന് കൂടുതൽ നന്നായിട്ട് മിടിക്കാനും അതുവഴി കൂടുതൽ നന്നായിട്ട് രക്തചംക്രമണം വർദ്ധിപ്പിക്കാനും സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ എഡിമ പോലെയുള്ള കാൽപാദത്തിന് വരുന്ന നീർക്കെട്ടുകൾക്ക് ഏറ്റവും നല്ല പരിഹാരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വൈറ്റാമിൻ എന്ന് പറയുന്നത് വൈറ്റാമിൻ B1 ആണ്. വൈറ്റാമിൻ B1 പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വൈറ്റാമിനാണ് വൈറ്റാമിൻ സി. വൈറ്റാമിൻ സി നമുക്കറിയാം, സിട്രസ് ആയിട്ടുള്ള പുളിരസമുള്ള എല്ലാ പഴങ്ങളിലും അല്ലെങ്കിൽ നമ്മുടെ ഗുവ, പേരക്ക പോലെയുള്ള ഇതിലൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളതാണ് വൈറ്റാമിൻ സി.
വൈറ്റാമിൻ സിയും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വൈറ്റാമിൻ B1 പോലെ തന്നെ ഒരു വാട്ടർ സോളിബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇത് ഇൻഫ്ലമേഷൻസ് കുറക്കും. ഇതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നീർക്കെട്ടുകൾ വന്നു കഴിഞ്ഞാൽ അവിടെ വരാൻ സാധ്യതയുള്ളത് ഇൻഫ്ലമേഷനാണ്. അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഇൻഫ്ലമേഷൻസിനെ അല്ലെങ്കിൽ നീർക്കെട്ടിനെ കുറക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ആക്റ്റീവായിട്ടുള്ള വൈറ്റാമിനാണ് വൈറ്റാമിൻ സി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അത് ബ്ലഡ് വെസൽസിൻ്റെയും കിഡ്നിയുടെയും ആരോഗ്യം സംരക്ഷിക്കാനുള്ള പ്രത്യേകമായിട്ടുള്ളൊരു കഴിവും വൈറ്റാമിൻ സിക്കുണ്ട്. അപ്പോൾ കൃത്യമായ അനുപാതത്തിൽ വൈറ്റാമിൻ സി കൊടുക്കുക എന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന മറ്റൊരു വൈറ്റാമിനാണ് വൈറ്റാമിൻ ഡി. നമ്മൾ സൺഷൈൻ വൈറ്റാമിൻ എന്ന് വിളിക്കുന്ന സൂര്യപ്രകാശത്തിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടിയിരുന്ന വൈറ്റാമിനാണ് വൈറ്റാമിൻ ഡി. വൈറ്റാമിൻ ഡി എപ്പോഴും കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷൻ വർദ്ധിപ്പിക്കും. കാൽഷ്യം വേണ്ടുന്നത് എപ്പോഴും എല്ലുകളുടെയും സന്ധികളുടെയൊക്കെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് നമുക്ക് പറയാം. അതുപോലെ തന്നെ പേശികളുടെ ആരോഗ്യത്തിന് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ വൈറ്റാമിൻ ഡി എപ്പോഴും പേശികളുടെയും എല്ലുകളുടെയും ആരോഗ്യം വർദ്ധിപ്പിക്കുന്നത് വഴി രക്തചംക്രമണം പുനഃക്രമീകരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ രക്തത്തെ കൂടുതൽ നന്നായിട്ട് തിരിച്ചൊഴുക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഘടകം കൂടിയാണ്. അപ്പോൾ വൈറ്റാമിൻ ഡി നന്നായിട്ട് ഉപയോഗിക്കുന്നതും ഇൻഫ്ലമേഷൻസ് കുറക്കാൻ പോലും സഹായിക്കുന്ന ഒരു ഘടകമാണ്. അതുപോലെ തന്നെ ഇത് ഉള്ളത് ഫാറ്റി ഫിഷിലും അതുപോലെ മുട്ട, ലിവർ ഇതുപോലെയുള്ള കാര്യങ്ങളിലാണെന്ന് നമുക്ക് അറിയാം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വൈറ്റാമിൻ എന്ന് പറയുന്നത് വൈറ്റാമിൻ ഇ ആണ്. വൈറ്റാമിൻ ഇ ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ആൻറ്റി ഓക്സിഡൻ്റ് ആയതുകൊണ്ട് തന്നെ ഇത് രക്തക്കുഴലുകൾക്കകത്ത് ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാവിധ ഇൻഫ്ലമേഷൻസിനെയും ചെറുക്കുകയും അതുവഴി ഈ നമ്മുടെ കാൽപാദത്തിനുണ്ടാകുന്ന നീർക്കെട്ടിനെ കുറക്കുവാനും വേണ്ടി സഹായിക്കുന്നതാണ്. ഇനി നമുക്ക് കാണാനുള്ളത് ഈ പ്രശ്നത്തിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഔഷധ സസ്യങ്ങളോ അല്ലെങ്കിൽ സുഗന്ധ വ്യഞ്ജനങ്ങളോ ഉണ്ടോ എന്നുള്ളതാണ്. നമ്മൾ ഹോം റെമഡി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഘടകം നെറ്റിൽ ലീഫാണ്. നെറ്റിൽ ലീഫ് എന്ന് പറഞ്ഞാൽ ചൊറിയണത്തിൻ്റെ ഇല കൊണ്ടുണ്ടാക്കുന്ന ടീനെ കുറിച്ചൊക്കെ ഇപ്പം വളരെ വിശദമായിട്ട് നമുക്ക് പല ആർട്ടിക്കിൾസും ലഭ്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ടീ നമ്മൾ കഴിക്കുന്നതുകൊണ്ട് ഇതൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. വീണ്ടും അവിടെ രക്തക്കുഴലുകൾക്ക് ഇൻഫ്ലമേഷൻസ് വരാനുള്ള സാധ്യത കുറക്കാൻ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ രക്തചംക്രമണം വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഘടകം കൂടിയാണ്. അപ്പോൾ നെറ്റിൽ ലീഫ് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നതും സഹായകരമായ ഒരു കാര്യം തന്നെയാണ്. മറ്റൊന്ന് പെരിഞ്ജീരകമാണ്. പെരിഞ്ജീരകം തിളപ്പിച്ചുണ്ടാക്കുന്ന വെള്ളം കുടിക്കുന്നതും ഇത്തരത്തിലുള്ള നീർക്കെട്ടുകൾ കുറക്കാൻ വേണ്ടി സഹായിക്കും. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഡയൂറട്ടിക്സുകളാണ്. ഡയൂറട്ടിക്സുകൾ എന്ന് പറഞ്ഞാൽ മൂത്രത്തിൻ്റെ അളവ് കൂട്ടുന്ന കാര്യങ്ങളാണ്. മൂത്രത്തിൻ്റെ അളവ് കൂടുമ്പോഴൊക്കെ സോഡിയം റിട്ടൻഷൻ ശരീരത്തിനകത്ത് കുറയുകയും അതുവഴി നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് നീർക്കെട്ട് പൂർണ്ണമായിട്ട് കുറക്കാൻ വേണ്ടി സഹായിക്കുന്ന ഘടകങ്ങളാണ്. വളരെ നാച്ചുറലായിട്ടുള്ള ഡയൂറട്ടിക്സുകളാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഞെരിഞ്ഞൽ കൊണ്ടുണ്ടാക്കുന്ന വെള്ളം, അതുപോലെ തന്നെ ബാർലി കൊണ്ടുണ്ടാക്കുന്ന വെള്ളം, ഇപ്പോൾ ഇത്തരത്തിലുള്ള അതുപോലെ കരിക്കിൻ്റെ വെള്ളം, ഇതൊക്കെ ഡയൂറട്ടിക്സ് ആണ്. നമ്മുടെ ശരീരത്തിനകത്ത് ഈ ജലാംശം കെട്ടിക്കിടക്കുന്നത് കുറക്കാൻ വേണ്ടി സഹായിക്കുന്ന ഘടകങ്ങളാണ്. ഇതേപോലെ തന്നെ കിച്ചണിൽ നിന്ന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രധാന കാര്യങ്ങളാണ് വെളുത്തുള്ളിയും ഒക്കെ. വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നന്നായിട്ട് നീര് കുറക്കാൻ വേണ്ടി സഹായിക്കുന്നവ തന്നെയാണ്. സപ്ലിമെൻ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഗ്രേപ്പ് സീഡ് എക്സ്ട്രാക്റ്റ്. ഗ്രേപ്പ് സീഡ് എക്സ്ട്രാക്റ്റും വളരെ നല്ല ഒരു ഘടകമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ അതിനൊക്കെ നമുക്ക് കൃത്യമായിട്ട് മറികടക്കാൻ വേണ്ടി ഈ പറയുന്ന ഒരു പ്രശ്നം കൊണ്ട് ഈ പറയുന്ന ഹെർബ്സിനെ കൊണ്ട് നമുക്ക് സാധിക്കുന്നതാണ്. ഇനി ഇതല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റ് ഹോം റെമഡീസ് എന്തൊക്കെയാണ്? ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലെഗ് എലിവേഷനാണ്. കാല് ഉയർത്തി വെക്കുക എന്നുള്ളത് തന്നെയാണ്. കാല് ഉയർത്തി വെക്കാൻ വേണ്ടി ഒന്നിച്ച് 1-2 മണിക്കൂർ ഉയർത്തി വെക്കുകയല്ല ചെയ്യേണ്ടത്. പകരം ഒരു 5-10 മിനിറ്റ് നിങ്ങൾ കിടക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു പില്ലോ ഉപയോഗിച്ചോ അല്ലെങ്കിൽ കാലുകൾ രണ്ടും ചുമരിലേക്ക് കയറ്റി വെച്ചോ നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാവുന്നതാണ്. ഇത് ഒരു ദിവസം തന്നെ നിങ്ങൾ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുക. മറ്റൊന്ന് കംപ്രഷൻ സ്റ്റോക്കിങ്സിൻ്റെ ഉപയോഗമാണ്. അപ്പോൾ ഈ വെരിക്കോസ് വെയിന് പോലെയുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ രക്തം തിരിച്ചൊഴുകാൻ വേണ്ടി സഹായിക്കുന്ന മറ്റൊരു ഇതാണ് കംപ്രഷൻ സ്റ്റോക്കിങ്സ്. അപ്പോൾ ഈ കംപ്രഷൻ സ്റ്റോക്കിങ്സ് ഉപയോഗിക്കുന്നതും നമ്മുടെ നീര് കുറക്കുന്നതായിട്ട് കാണാം. മറ്റൊന്ന് കൃത്യമായിട്ട് ശരിയായ രീതിയിലുള്ള ലഘുവായിട്ടുള്ള വ്യായാമങ്ങൾ, വളരെ ഹാർഡായിട്ടുള്ള വ്യായാമങ്ങൾ ചെയ്യരുത്. നമ്മുടെ കാഫ് മസിൽസിന് അല്ലെങ്കിൽ നമ്മുടെ ഉപ്പൂറ്റിയുടെയും മുട്ടിൻ്റെയും മധ്യ വരുന്ന ഭാഗത്തുള്ള പേശികൾക്ക് കൃത്യമായിട്ടുള്ള കംപ്രഷൻ കൊടുക്കുക. കാഫ് മസിൽസിനെ നമ്മൾ വിളിക്കുക പെരിഫറൽ ഹാർട്ട് എന്നാണ്, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ വെളിയിലുള്ള ഹൃദയമായിട്ടാണ് ഇതിനെ പറയാറുള്ളത്. അപ്പോൾ ഈ പറയുന്ന പേശികൾക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഈ പറയുന്ന
പേശികൾക്ക് കൊടുക്കുന്ന ലഘുവായിട്ടുള്ള വ്യായാമങ്ങളും തീർച്ചയായിട്ടും നിങ്ങളുടെ കാലിന് വരുന്ന നീര് കുറക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ്. ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഡയൂറിറ്റിക്സുകളുടെ ഉപയോഗം കൃത്യമായിട്ട് നിങ്ങൾ അനുവർത്തിക്കുന്നതും നിങ്ങളുടെ നീർക്കെട്ട് കുറക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ്. ഇങ്ങനെ തുടർച്ചയായിട്ടും കൃത്യതയോടും കൂടി നിങ്ങളുടെ ഇടപെടലുകൾ പൂർണ്ണമായിട്ടും തന്നെ നിങ്ങളുടെ നീർക്കെട്ടിനെ കുറക്കും, കാലിൻ്റെ നീർവീഴ്ചയെ കുറക്കും. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത് ഇത്തരത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും തന്നെ ഇതിൻ്റെ റൂട്ട് കോസ്, മൂലകാരണത്തെ അല്ല മറികടക്കുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് നീര് വന്നത് എന്നുള്ള ഒരു കാര്യം നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കണം. അത് ലിവറിൻ്റെ പ്രശ്നമാണോ, അല്ലെങ്കിൽ അത് കിഡ്നിയെ ബാധിച്ചിട്ടുള്ള പ്രശ്നമാണോ, ഹൃദയ സംബന്ധമായ പ്രശ്നമാണോ, ഇനി അതല്ല ലിംഫാറ്റിക് ഡ്രെയിനേജിൽ വരുന്ന പ്രശ്നമാണോ, അല്ലെങ്കിൽ രക്തക്കൊഴലുകൾക്ക് വരുന്ന എന്തെങ്കിലും വെരിക്കോസ് വെയിന് പോലെയുള്ള പ്രശ്നമാണോ, എന്ത് പ്രശ്നമാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അതിനെ ഇറാഡിക്കേറ്റ് ചെയ്യുക, അതിനെ റിവേർട്ട് ചെയ്യുന്നതിലാണ് നമ്മുടെ അതാണ് നമ്മുടെ ഒരു ട്രീറ്റ്മെൻറ്റ് സ്ട്രാറ്റജി ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി കഴിയുക. അങ്ങനെ കൃത്യമായ ഇടപെടലുകൾ നടത്തിയാൽ മാത്രമേ ഇതിൽ നിന്ന് പരിപൂർണമായിട്ടും മുക്തി നേടാൻ വേണ്ടി കഴിയുകയുള്ളൂ. പക്ഷേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ അനുവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താൽക്കാലികമായിട്ടെങ്കിലും ഈ ലക്ഷണത്തിൽ നിന്ന് അല്ലെങ്കിൽ നീരിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി കഴിയും. നിങ്ങളുടെ കാൽപാദങ്ങൾ നിങ്ങളോട് നന്ദി പറയാൻ ഇടവരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി.